വർഷമായിട്ട് നമ്മുടെ ഓൺലൈനിൽ യോഗ ക്ലാസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത രശ്മി ചേച്ചി നമ്മളെ കാണാൻ വേണ്ടിയിട്ട് കൊല്ലം എത്തി എന്ന് പറഞ്ഞപ്പോൾ 1 മണിക്കൂർ അവർ അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് അപ്പോൾ നമ്മളെ കാണാൻ വന്നിരിക്കുന്നു. നമുക്ക് കാണാം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നേരിട്ട് കാണാൻ പോകുന്നത്. എപ്പോഴും പറയും കൊല്ലം വരുമ്പോൾ കാണാം, അല്ലെങ്കിൽ പാലക്കാട് വരുമ്പോൾ കാണാമെന്ന്. അപ്പോൾ ആദ്യമായിട്ട് കാണാൻ പോവാണ് നമ്മൾ. ഞാൻ പിന്നാലെയോടെ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് കുറേ നേരമായി എത്തിക്കും. പറ്റില്ലല്ലോ. സുഖല്ലേ? നാണം വന്നു. അപ്പം ഹേ സ്നേഹം നിറച്ച മറ്റേ അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടുത്തെ സ്പെഷ്യൽ കരളി അപ്പം എന്നാണ് പറയാന്നാണ് എൻ്റെ ഓർമ്മ. അതിനുശേഷം രശ്മി ചേച്ചിയുടെ ചേച്ചി അന്ന് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ ഉദയാസ്തമന പൂജ നേർന്നിട്ട് ഉണ്ണിയപ്പം നേർന്നിട്ടുണ്ട്. അപ്പോൾ ആ ഉണ്ണിയപ്പം കൊണ്ടുവരണേ. നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് തൊട്ടടുത്ത് അവരുടെ വീട്. എല്ലാം വീഡിയോ എടുക്കുന്നതിന് കളിയാക്കുകയാണ്. അങ്ങനെ സ്നേഹപൂർവ്വം നമ്മൾ കുറച്ച് കാലമായിട്ട് മനസ്സിലുണ്ട് കൊട്ടാരക്കര ഗണപതിയുടെ ഉണ്ണിയപ്പം കഴിക്കണമെന്ന്. രശ്മി ചേച്ചി വഴി അങ്ങനെ അതും സാധിച്ചു. ഉണ്ണിയപ്പം രാത്രിയാവും എത്താൻ. ഇതിപ്പോൾ ഉച്ച സമയത്താണ് നമ്മൾ കണ്ടത്. നമുക്ക് വളരെ സന്തോഷവും അഭിമാനമൊക്കെ തോന്നി. രശ്മി ചേച്ചി കാണാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ എന്തൊക്കെയോ വീഡിയോ എടുക്കണതിൻ്റെ ചമ്മലാണ് കേട്ടോ. അതാണ് ആൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പിരിയാണ്. വേഗം വീണ്ടും കണ്ടുമുട്ടാമെന്നുള്ള വിശ്വാസത്തിൽ, സ്നേഹത്തിൽ, സന്തോഷമായിട്ടാണ് ഞങ്ങൾ യാത്ര വന്നത്. അവിടെ നിന്നും ഞങ്ങളും അന്ന് ഉച്ചയ്ക്ക് ഊണ് വേറൊരു സ്ഥലത്തായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയി ഊണ് കഴിച്ചു. ഊണ് കഴിക്കുന്നതിന് മുമ്പുള്ള യൂഷ്വൽ സാധാ കലാപയല്ല കലാപരിപാടികൾ വീഡിയോ ഞാൻ എടുക്കുന്നതുകൊണ്ട് ആൾക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള ഫുൾ സ്വാതന്ത്ര്യമുണ്ട് ഫസ്റ്റ്. അതിനുശേഷം അങ്ങനെ സ്നേഹസമ്പന്നമായ